السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. عن عائشة رضي الله عنها قالت قال النبي صلى الله عليه وسلم من ابتلي من البنات بشيء فأحسن إليهن كن له سترا من النار. റവാഹു അൽ ബുഖാരിയു വ മുസ്ലിമു റഹ്മത്തുള്ളാഹി അലൈഹിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 5995 ഹദീസ് നമ്പറായും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി 2629 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായിൽ നിന്നുള്ള ഒരു ഹദീസിന്റെ അവസാന ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മക്കൾ എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന നിഅ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിലെ പരമപ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് പെൺമക്കൾ. പ്രത്യേകിച്ച് എല്ലാവിധ പ്രതിസന്ധിയും പരീക്ഷണങ്ങളും ഒക്കെ കടന്നു വരാനുള്ളത് കൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ പെൺമക്കൾ ജനിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ അപമാനമായി കണ്ടിരുന്നത്, പ്രയാസമായിട്ടില്ല, അപമാനമായി കണ്ട് കൊന്നു കൊഴിച്ചുകൂടിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ജാഹിലിയ കാലഘട്ടത്തിൽ. ഇന്ന് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ സ്തന്നം നൽകിയ മുലപ്പാലുകളിൽ നിന്ന് അത് സ്നേഹമായി നൽകേണ്ടതിന് പകരം തൻ്റെ ശരീരത്തിൽ നിന്ന് പിറന്നു പോയതിനെ നുള്ളിപ്പറിച്ചെടുത്ത് ബക്കറ്റിൽ കൊണ്ടുപോയിടുന്ന ആൾക്കാർ, വേസ്റ്റിൽ കൊണ്ടുപോയി തള്ളുന്ന ആളുകൾ, മാലിന്യ കൂമ്പാരത്തിൽ കൊണ്ടുപോയിടുന്ന ആൾക്കാർ, പുഴയിൽ നിന്ന് താഴത്തേക്ക് വലിച്ചെറിയുന്ന ആൾക്കാർ, കഴുത്തുകൊണ്ട് ഞെരിച്ചു കൊല്ലുന്ന ആൾക്കാർ, പറയാൻ പറ്റില്ല. മനുഷ്യൻ്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രൂപത്തിലാണ് മക്കളോടുള്ള ഇന്നത്തെ ആധുനിക സമൂഹത്തിലെ ഒരു പറ്റം ആളുകൾ. എല്ലാവരും എന്നങ്ങനെ പറയില്ല, വളരെ ഖേദകരമാണ്. എന്നാൽ അള്ളാഹു നൽകിയ ഈ നിഅ്മത്ത് ഉപയോഗപ്പെടുത്തുമ്പോൾ ആണും പെണ്ണുമൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും എത്ര വലിയ ആളായിരുന്നാലും ഒരല്പം ഈമാൻ്റെ കുറവുണ്ടെങ്കിൽ ഭാര്യ പ്രസവിക്കാറായി, അല്ലെങ്കിൽ മരുമകൾ പ്രസവിക്കാറായി, മകൾ പ്രസവിക്കാറായി, അങ്ങനെ പോയി നിന്ന് പ്രസവിച്ചു, കുട്ടി പെണ്ണാണെന്ന് പറഞ്ഞാൽ മുഖത്ത് കാണാം പെട്ടെന്ന് കുംഭവാസത്തിൽ കാർമേഘം ഇരുണ്ട് കൂടിയെന്ന് പറയാം. എന്നാൽ ഇന്ന് അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആണോ പെണ്ണോ മക്കളെ നൽകുന്ന അള്ളാഹുവിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട, പക്ഷേ മനുഷ്യന് ഭൗതികമായിട്ട് ഏറ്റവും കൂടുതൽ ആൺമക്കളെ അപേക്ഷിച്ച് പെൺമക്കൾ കൊണ്ട് ഉപകാരം കിട്ടിയ ആളുകൾ നമുക്ക് എമ്പാടും അറിയാം. ആണും പെണ്ണും ഉണ്ടാവാം. പക്ഷെ എന്നിരുന്നാൽ പോലും തുലവും ആപേക്ഷികമായിട്ട് ഒരു മക്കളിൽ നിന്ന് കിട്ടേണ്ട സമാധാനം, സന്തോഷം, സംതൃപ്തി, മറ്റ് സാമ്പത്തികമായ ഇടപാടുകൾ, പെരുമാറ്റത്തിൽ ഒന്നും തന്നിലേക്ക് പോയിട്ടില്ല, വീട്ടിലൊരു മനസ്സമാധാനം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ആൺമക്കളുടെ രക്ഷിതാക്കൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. പെൺമക്കളെ കിട്ടി എന്നുള്ളതുകൊണ്ട് ഒരു മനുഷ്യനും ഇതുവരെ പ്രയാസപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ ആല ജാരതൈനി ഹത്താ തബ്ലുഗ ജാഅ യൗമുൽ ഖിയാമ. രണ്ട് പെൺമക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് കൊടുക്കുകയും അവരെ നല്ല രൂപത്തിൽ വളർത്തി വലുതാക്കുകയും ചെയ്താൽ ജാഅ യൗമുൽ ഖിയാമത്തി അന വഹുവ ഹാകദ, ഞാനും ഖിയാമത്ത് നാളിൽ അവനും വരുന്നത് ഇങ്ങനെയായിരിക്കും. വളമ്മ അസ്ബഅഹുമ, എന്നിട്ട് രണ്ടുപേരിൽ ഇങ്ങനെ ചേർത്തി പിടിച്ചു. ഇത്തരം സന്ദർഭങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത്യപൂർവമായി 2-3 തവണയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അതിൽപ്പെട്ട ഒന്നിതാണ് പെൺമക്കളിൽ നിന്നുള്ളത്. ഇത് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സംഭവമാണ് ഞാൻ നേരത്തെ കൽപ്പിച്ചത്. ആയിഷ ബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരിക്കൽ ഒരു സ്ത്രീ വരികയുണ്ടായി. കയ്യിൽ 2 പെൺമക്കളാണുള്ളത്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ആയി എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പോയി പരിധി വെക്കുമ്പോൾ ആകെ 2-3 കാരക്കയാണ് കിട്ടിയത്. അത് കൊണ്ടുവന്നിട്ട് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ഉമ്മ 2 പെൺമക്കൾക്ക് കൊടുത്തു, 2 മക്കൾക്ക് കൊടുത്തു. അവർ വേഗം വന്ന്, വിശപ്പുള്ള കുട്ടികളല്ലേ, വേഗം കഴിച്ചു. ഈ ഒന്ന് ഉമ്മ തിന്നാൻ വേണ്ടി ഇങ്ങനെ എടുത്തപ്പോഴും കുട്ടികൾ വിശപ്പ് മാറിയില്ല. ആ ഉമ്മ കീറിയിട്ട് 2 പേർക്കിനെ വീതിച്ചു കൊടുത്തു. എന്നിട്ട് അവരവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വന്നപ്പോൾ ഫദക്കർതു ലദീ സനഅതു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്ത്രീ ചെയ്ത സംഭവം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമോട് പറയുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹാൽ ജന്ന, ആ ഉമ്മാക്ക് ആ ഒരു സൽപ്രവൃത്തി കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. ഔ അഅതഖഹ മിനൻ നാരി, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് ആ ഉമ്മാനെ
അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ പറഞ്ഞ് ഞാൻ ആദ്യത്തിൽ പറഞ്ഞ ഹദീസിന്റെ തുടക്കത്തിലും അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പക്ഷെ അവിടെ 2 പെൺമക്കൾക്ക് ഒരു കാര്യക്കാന്നാണ്. ഏതായാലും ഈ സംഭവത്തിന്റെ മറ്റൊരു ഭാഗമായിരിക്കാം അത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ ഭാഗം വിടാം. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയും വിശ്വാസികളുടെ മാതാവുമായ ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയാം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ, ഈ ഒരു കാരക്കയുടെ സംഭവം ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഇബ്തുലിയ മിനൽ ബനാതി ബിശൈഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പെൺമക്കളെ കൊണ്ട് ഒരു മനുഷ്യനെ പരീക്ഷിച്ചാൽ ഫഅഹ്സന ഇലൈഹിന്ന, ആ പരീക്ഷണത്തിൽ തളർന്നു പോയതൊന്നുമില്ല. ചിലപ്പോൾ അയാളുടെ ഈ ഇടുപ്പിന്റെയും ഊരിയുടെ ഇടഭാഗത്ത് ഒരു ചെറിയ ഗ്യാപ്പ് കൂടിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? അരമുറുക്കി എടുക്കുക എന്നാ പറയാം. എല്ലാവരും ഒന്നും ആയിക്കൊള്ളുന്നില്ല. കഷ്ടപ്പാടും ദുരിതവും ഏറെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ 2 മക്കളെ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ പരുന്തിൽ നിന്നും എർളാടിയിൽ നിന്നും മറ്റുതര ക്ഷുദ്രജീവികളിൽ നിന്നൊക്കെ രക്ഷിക്കുന്നതിനേക്കാൾ വലിയ പ്രയാസമാണ്. കണ്ണുകളും മനസ്സുമൊക്കെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന ലോകത്ത് അത്തരം വഴികളിലേക്കൊന്നും പോകാതെ ദീനിയായ നിഷ്ഠയിലൂടെ വളരെ കൃത്യമായ രൂപത്തിൽ അവർ 2 പേരെയും വളർത്തിയുണ്ടാക്കിയാൽ ആ 2 പേരും ലഹു അയാൾക്കുള്ളത് സിത്റം മിനൻ നാരി, നരകത്തിൽ നിന്ന് മറയായിരിക്കും. ദുനിയാവിൽ തന്നെ കണ്ടിട്ടില്ല, എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ അവനാൻ്റെ ഉപ്പാന്റെ മുഖത്തുണ്ടെങ്കിൽ വായിച്ചറിയുന്ന പെൺമക്കളുണ്ട്. ആൺമക്കൾക്ക് ചിലപ്പോൾ ആ വൈകാരികമായ സ്വഭാവം പ്രകടിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വളർത്തിയുണ്ടാക്കിയപ്പോൾ അതിനുള്ള പ്രയാസം അവർക്ക് സ്നേഹം ഓവറായിട്ട് കൊടുത്തുകൊണ്ടായിരിക്കാം. എന്തായാലും മനസ്സിന് സ്നേഹമില്ലാത്തവരൊന്നുമല്ല, മറിച്ച് എന്നിരുന്നാൽ പോലും ഉപ്പാന്റെ മുഖം പറയാതെ തന്നെ അറിയുന്ന എത്ര പെൺമക്കളുണ്ട് ദുനിയാവിൽ. അതേ മക്കൾ നാളെ പരലോകത്ത് വരുമ്പോൾ നരകങ്ങനെ എരന്നു വാങ്ങുക, ഉപ്പാനെ കൊടുക്കൂല എന്ന് പറഞ്ഞത്. ഞങ്ങൾ ആ ഉപ്പയുടെ മറയായിരിക്കും എന്ന് പറഞ്ഞ് മുമ്പിൽ നിന്ന് പ്രതിരോധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദുനിയാവിൽ സഹായിക്കുന്നതിനേക്കാൾ ഉപരി ആഖിറത്തിലും പെൺമക്കൾ മാതാപിതാക്കൾക്ക് രക്ഷയും തുണയും നരകത്തിന്റെ തടവും ആയി മാറും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ കൊണ്ട് സ്വർഗത്തിലെത്തുന്ന, മക്കളെ കൊണ്ട് നരകം തടയുന്നവരായി തീരാനുള്ള മഹാഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിലും ആ മക്കളും കുടുംബവുമായി ഇന്ന് ജീവിക്കുന്നത് പോലെ നാളെ പരലോകത്തും സ്വർഗത്തിൽ ഒന്നിച്ചു ചേരാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാ വീഴ്ചയും അബദ്ധവും അനർത്ഥവും തെറ്റും കുറ്റവും അല്ലാഹു പുറത്ത് മാപ്പാക്കി തന്നു ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്കൊക്കെ പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികളും പ്രയാസപ്പെടുന്നവരും ആയി വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോട് പറഞ്ഞ് പുഞ്ചിരിയോട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും മൗലിയാക്കളും സലഫുസ് സാലിഹുകളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار
آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.